ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശരത്തിന്റെ ബാഗിൽ നിന്നും ലഹരി വസ്തുക്കളും സിഗരറ്റുകളും കണ്ടെടുത്തതോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം തന്നെ കൈവിട്ടുപോയി. ഈ വിവരം രേവതിയുടെ അമ്മ വിളിച്ചു പറയുമ്പോൾ രേവതിക്ക് ശരിക്കും ദേഷ്യം നിയന്ത്രിക്കാനാവുന്നില്ല. ആന്റണിയുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ശരത്തിനെ ഈ നിലയിൽ എത്തിച്ചതെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവൾ നേരെ ആന്റണിയുടെ ഓഫീസിലേക്ക് അങ്ങ് വെച്ചു പിടിച്ചു. അവിടെ ആന്റണി തന്റെ ഗുണ്ടകളുമായി ഇരുന്നിട്ട്, എടാ ആ ശരത്ത് എവിടെടാ, കുറെ നേരമായല്ലോ അവനെ കണ്ടിട്ട് എന്നിങ്ങനെ പറയാണ്. അവന് പണപ്പിരിവിന് പോവാനുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടോ പെട്ടെന്ന് രേവതിയെ ഒരു കൊടുങ്കാറ്റ് പോലെ തന്നെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. എന്തിനാടാ നീ ശരത്തിനെ അന്വേഷിക്കുന്നത്? അവന്റെ ജീവിതം ഇനിയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ രേവതി കലിതുള്ളി അങ്ങോട്ടേക്ക് വരുമ്പോൾ ആന്റണിയുടെ ഗുണ്ടകൾ ഓടി വന്ന്, ആന്റണി ചേട്ടാ, ഞങ്ങൾ തടയാൻ നോക്കിയതാ, പക്ഷേ ഇവർ വകവെക്കാതെ അകത്തേക്ക് തള്ളിക്കയറി വരുവാണ് എന്നൊക്കെ പറയും. എന്നാൽ ആന്റണി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വിട്ടേക്കടാ, ഇത് നമ്മുടെ ശരത്തിന്റെ ചേച്ചിയല്ലേ, ശരത്തിന്റെ ചേച്ചി എന്ന് പറഞ്ഞ നമ്മുടെയും ചേച്ചിയല്ലേ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. ഇത് കേട്ടപ്പോൾ രേവതിയുടെ ദേഷ്യം ഇരട്ടിയായിരുന്നു. ഹാ, നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് എന്റെ ശരത്തിനെ മയക്കി വെച്ചേക്കുവാണല്ലേ, പക്ഷേ നിന്റെ ഈ നമ്പറൊന്നും എന്റെ അടുത്ത് വിലപ്പോവില്ല. ഞാൻ നിന്റെ ചേച്ചിയൊന്നും അല്ലടാ. നീ എന്ന് അവന്റെ ജീവിതത്തിലേക്ക് വന്നോ അന്ന് അവന്റെ ജീവിതം വഴി തെറ്റിപ്പോയതാണ് എന്ന് അവൾ പൊട്ടിത്തെറിച്ചു പറഞ്ഞു. രേവതിയുടെ വാക്ക് കേട്ട് ആന്റണി കൂസലില്ലാതെ തന്നെ മറുപടി കൊടുത്തു. ഞാൻ എന്ത് വഴി തെറ്റിച്ചെന്നാ ചേച്ചി പറയുന്നത്? എന്നെ എപ്പോ കണ്ടാലും ചേച്ചിക്ക് ഇത് എന്നെ പറയാനുള്ളൂ. അപ്പൊ രേവതി വികാരധീനനായി പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും കൂടി നല്ല രീതിയിൽ വളർത്തിയ പയ്യനാ അവൻ. എന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. നീ അവന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അവൻ ഇങ്ങനെ ചീത്തയായത്. ഇപ്പോ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. ഇത് കേട്ട് ആന്റണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് ചോദിക്കണം, അല്ലാതെ ചേച്ചി എന്നോട് വന്നല്ല ചോദിക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു അറുതി വന്നത് അവൻ എന്റെ ഓഫീസിലേക്ക് വന്നപ്പോഴാണ്. ഇവിടുത്തെ ശമ്പളം കൊണ്ടാണ് അവൻ ഇപ്പൊ ജീവിക്കുന്നത്. അതിന് എന്നോട് നന്ദിയല്ലേ പറയേണ്ടത്? പകരം എന്നെ കാണുമ്പോൾ ഇങ്ങനെ തുള്ളിച്ചാടി വരാതെ മര്യാദക്കൊന്ന് സംസാരിക്ക്. കളിയാക്കുന്ന രീതിയിലായിരിക്കട്ടോ ആന്റണി സംസാരിക്കുന്നത്. ആന്റണിയുടെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ രേവതിക്ക് സഹിക്കാനാവുന്നില്ല. നിന്റെ കയ്യിൽ നിന്ന് സമ്പാദിക്കുന്ന ഈ വൃത്തികെട്ട പൈസ കൊണ്ട് ഞങ്ങൾക്കൊരു ഉപകാരവും വേണ്ട. അത് അവനെ നശിപ്പിക്കുകയുള്ളൂ. മര്യാദക്ക് എന്റെ അനിയനുമായിട്ടുള്ള കൂട്ടുകെട്ട് നീ ഉപേക്ഷിച്ചോ, അതാ നിനക്ക് നല്ലത് എന്ന് അവൾ താക്കീത് പോലെ പറഞ്ഞു. ആന്റണി വിട്ടുകൊടുക്കാനൊന്നും തയ്യാറല്ലായിരുന്നു. ഞാൻ എന്തിനാ ഉപേക്ഷിക്കുന്നത്? ചേച്ചിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ചേച്ചിക്ക് തന്നെ ചേച്ചിയുടെ അനിയനോട് പറഞ്ഞൂടെ? നിനക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലേടാ പെറുക്കി എന്നൊക്കെ രേവതി ദേഷ്യത്തോടെ വിളിക്കുമ്പോൾ ആന്റണിയുടെ ഭാവം അങ്ങ് മാറി. ദേ, ശരത്തിന്റെ ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര നേരം ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഇനി ഇതുപോലെ എന്നോട് ഓവർ സ്മാർട്ട് കാണിക്കാൻ വന്ന ഞാൻ വെറുതെ വിടില്ല. ഇറങ്ങിപ്പോടി എന്റെ ഓഫീസിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങ് ആക്രോശിച്ചു. ആരെടാ നീ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത്? നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്നൊക്കെ പറഞ്ഞ് നിന്റെയൊക്കെ മുഖത്ത് ചെരുപ്പൂരി തല്ലണം, എന്നാലേ നീയൊക്കെ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞ് രേവതി കാലിൽ നിന്നും ചെരുപ്പൂരിക്കൊണ്ട് ആന്റണിയെ അടിക്കാനോങ്ങി. പെട്ടെന്ന് ആന്റണി അവളുടെ കയ്യങ്ങ് തടുത്ത്, നീ എന്താടി കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച്, ശരത്തിന്റെ ചേച്ചിയായതുകൊണ്ട് മിണ്ടാതിരുന്നപ്പോ എന്റെ അടുത്ത് മെക്കെട്ട് കയറാൻ വരുന്നോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരെ രേവതിയെ ആഞ്ഞൊരു തള്ളങ്ങ് തള്ളി. നിയന്ത്രണം വിട്ട രേവതി അവിടെയുള്ളൊരു ഗ്ലാസ് ടേബിളിൽ പോയിട്ട് ഇടിക്കുകയും ഗ്ലാസ് പൊട്ടിത്തെറിച്ച് തലയിൽ നിന്ന് ആകെ ചോര ഒലിക്കാനും തുടങ്ങി. കൃത്യസമയത്തന്നെ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടായിരിക്കട്ടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. എടാ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് തന്നെ സച്ചി അങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കാണ്. സച്ചി ആന്റണിയുടെ ഗുണ്ടകളെ ഓരോന്നോരോന്നായിട്ട് അങ്ങ് അടിച്ചു തെറിപ്പിച്ചു. നേരെ പിന്നെ ആന്റണിയുടെ അടുത്തേക്ക് ചെന്നു. എടാ, നീ എന്റെ ഭാര്യയുടെ ദേഹത്ത് കൈവെക്കുമോടാ എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് അവനെ പൊതിരിയിട്ട് അടിക്കാണ്. സച്ചിയുടെ അടിയിൽ ആന്റണിക്ക് പിന്നെ ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. സച്ചിയേട്ടാ മതി, വേണ്ട വേണ്ട സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് രേവതി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി വിട്ടുകൊടുക്കുന്നില്ല. മാറി രേവതി, ഇവൻ എന്റെ ഭാര്യയുടെ ദേഹത്ത് എന്റെ ജീവനായ നിന്നെ തൊട്ടില്ലേ, ഇവനെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് സച്ചി വീണ്ടും ആന്റണി അങ്ങ് ചവിട്ടി മെതിക്കാണ്. ആന്റണി വേദന കൊണ്ട് പുളഞ്ഞു കരഞ്ഞു. എടാ സച്ചി, ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ, നിന്റെ ഭാര്യ ഇങ്ങോട്ടേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കിയതാ എന്ന് ന്യായീകരിക്കാൻ നോക്കി. എടാ, നീയൊക്കെ ഒരു ആണാണോടാ? പെണ്ണുങ്ങളുടെ ദേഹത്താണോ നിന്റെ വീര്യം? ആണുങ്ങളില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി പരീക്ഷ പിരിക്കുന്നതാണല്ലോടാ നിന്റെ ശീലം. അപ്പൊ പിന്നെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നീ എന്റെ രേവതിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ ഇരിക്കില്ല. സച്ചി അങ്ങനെ ആന്റണിയെ വീണ്ടും വീണ്ടും തല്ലിച്ചതുക്കാണ്. ഒടുവിൽ രേവതി നിർബന്ധിച്ച് സച്ചിയെ പിടിച്ചു മാറ്റി. പെട്ടെന്നാണ് സച്ചി രേവതിയുടെ തലയിലെ ആ ഒരു മുറിവ് ശ്രദ്ധിച്ചത്. നിനക്ക് വേദന എടുത്തോ രേവതി? ഇവൻ നിന്നെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, അതൊന്നും സാരമില്ല സച്ചിയേട്ടാ, നമുക്ക് പോവാമെന്നും പറഞ്ഞ് അവന് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സച്ചിയേട്ടനും കൊടുത്തില്ലേ, ഇനി നിൽക്കണ്ട എന്നും പറഞ്ഞ് രേവതി പറഞ്ഞു. അല്ല, സച്ചിയേട്ടൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് രേവതി ചോദിക്കുമ്പോൾ, നിന്റെ അമ്മ വിളിച്ചു പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി നീ നേരെ ഇങ്ങോട്ടേക്കായിരിക്കും വന്നിരിക്കുന്നത് എന്ന്. എന്തിനാ രേവതി നീ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്റെ അനിയൻ എന്താ കൊച്ചു കുഞ്ഞാണോ? അവൻ അറിയില്ലേ ഏതാ നല്ല ആള് ഏതാ ചീത്ത ആള് എന്നൊക്കെ? നല്ല കൂട്ടുകെട്ടും സുഹൃത്തുക്കളും തിരഞ്ഞെടുക്കാനുള്ള കഴിവൊക്കെ അവനുണ്ട്.
എന്നിട്ടും അവൻ ആന്റണിയുടെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ അതിന് നിന്റെ അനിയനെ മാത്രം പറഞ്ഞാ പോരെ? വെറുതെ ആന്റണിയെ പറഞ്ഞിട്ട് എന്ത് കാര്യം? സച്ചി ദേഷ്യപ്പെട്ടു. ഹാ, ഇനി അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വാ നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ തോളത്ത് കൈ വെക്കുമ്പോഴായിരിക്കട്ടോ പെട്ടെന്ന് സച്ചിയുടെ കൈയൊക്കെ ഇങ്ങനെ നനയുന്നത് പോലെ തോന്നുന്നത്. അങ്ങനെ സച്ചി നോക്കുമ്പോൾ കൈ നിറയെ രക്തം. അങ്ങനെ സച്ചി ഇങ്ങനെ ആ ഒരു നനവിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ സച്ചിയുടെ കൈ നിറയെ ഇങ്ങനെ രക്തമായിരിക്കും. സച്ചി ഞെട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ രേവതിയുടെ തലയിലേക്ക് നോക്കുമ്പോൾ മുറിവിൽ നിന്നും ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. രേവതി, ഇതെന്താ, നിന്റെ തല പൊട്ടിയോ? ഇവൻ നിന്നെ ശരിക്കും ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിക്ക് ശരിക്കും ഇങ്ങനെ ഭ്രാന്ത് ഇളകുന്നുണ്ടായിരുന്നു. സച്ചി ഓടിപ്പോയി ആന്റണിയുടെ കൈയും കാലും അങ്ങ് തല്ലി ഒടിച്ചിട്ട് അവിടെ അങ്ങ് ഒടിച്ചു വെക്കും. ആന്റണി വേദന കൊണ്ട് അലറി. ഇനി നിന്റെ നിഴൽ രേവതിയുടെയോ രേവതിയുടെ കുടുംബത്തിന്റെയോ ദേഹത്ത് പതിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാനങ്ങ് കൊന്നുകളയും എന്ന് സച്ചി ഭീഷണിപ്പെടുത്തി. രേവതി ഇടപെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, സച്ചിയേട്ടാ, എന്തിനാ ഇവനെ പോലുള്ളവരെങ്ങനെ കൊന്ന് ജയിലിലേക്ക് പോകുന്നത്? ഇവനെ തൊട്ട അതിന്റെ നാണക്കേട് നമുക്ക് തന്നെയാണ്. എടാ, സച്ചിയേട്ടൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ഇപ്പോഴത്തേക്ക് നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ഇനിയും സച്ചിയേട്ടന്റെ കയ്യിൽ നിന്നും നീ അടി മേടിക്കണ്ട എന്നുണ്ടെങ്കിൽ എന്റെ അനിയന്റെ നിഴൽവട്ടത്ത് പോലും നീ വന്നു പോവരുത് എന്ന് താക്കീത് നൽകി സച്ചിയും കൂട്ടി ആശുപത്രിയിലേക്ക് പോവാട്ടോ രേവതി. ആശുപത്രിയിൽ ഡോക്ടർ മുറിവ് പരിശോധിച്ചതിനു ശേഷം പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു പൊട്ടലാണെന്നും എന്നാലും നമുക്കൊരു സ്കാനിങ് ചെയ്തു നോക്കാമെന്നും പറയും. സച്ചിക്ക് ആകെ പേടിയായി. എന്താ ഡോക്ടർ, കാര്യമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ്, ഇനി നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആ സ്കാനിങ്ങിന്റെ കാര്യം പറഞ്ഞത്, വേറെ കുഴപ്പമൊന്നുമില്ല, സ്റ്റിച്ച് പോലുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് സമാധാനിപ്പിച്ചു. രേവതിയെ അങ്ങനെ സ്കാനിങ്ങിന് കൊണ്ടുപോകുമ്പോഴാണ് രേവതിയുടെ അമ്മ സച്ചിയെ വിളിക്കുന്നത്. സച്ചി നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മക്ക് ആകെ ടെൻഷനായിരുന്നു. അയ്യോ, എന്റെ രേവതി മോൾക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്ക് പേടിയാവുന്നു എന്ന് സച്ചിയുടെ അമ്മ നിലവിളിച്ചു. അമ്മേ, പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു പൊട്ടലാണ്, അവളിപ്പോ സ്കാനിങ്ങിന് കയറിയിരിക്കുവാണ്, വരുമ്പോ ഞാൻ തിരിച്ചു വിളിക്കാമെന്നും സച്ചി പറയുന്നുണ്ടെങ്കിലും അമ്മക്ക് സമാധാനമാവുന്നില്ല. ഇല്ല മോനെ, എനിക്ക് അതുവരെയൊന്നും നിൽക്കാൻ പറ്റില്ല. മോൻ ഏത് ഹോസ്പിറ്റലാണെന്ന് പറ, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് അമ്മ വാശി പിടിച്ചു. സച്ചി സമ്മതിച്ച് ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു കൊടുത്തു. അമ്മ ആശുപത്രിയിലെത്തി സങ്കടം സഹിക്കാനാവാതെ നിൽക്കുമ്പോഴാണ് ശരത് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ അമ്മേ, അമ്മ എന്തിനായി കരയുന്നത് എന്ന് ചോദിച്ചുവെങ്കിലും അമ്മ ചാടി എഴുന്നേറ്റ്, നീ ഒന്ന് പോടാ, നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ, ഒന്ന് പോയി ചാവടാ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് ശരത്തിനെ പൊതിരെ തല്ലി. കാര്യമറിയാതെ, എന്താ അമ്മേ, എന്തിനാ എന്നെ എങ്ങനെ തല്ലുന്നേ എന്നൊക്കെ ശരത്ത് ചോദിക്കുമ്പോൾ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാടാ ആ ആന്റണിയുമായിട്ടുള്ള കൂട്ടുകെട്ടൊന്ന് ഒഴിവാക്കാൻ, പക്ഷേ നിനക്കത് പറ്റുന്നില്ലല്ലോ. നീ ഈ കുടുംബത്തിലെ ഓരോരുത്തരെയുമായിട്ട് ഇങ്ങനെ കൊന്നു കളഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോടാ. അപ്പോ നിനക്കിപ്പോ സന്തോഷമായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മ പൊട്ടിത്തെറിക്കാണ്. അന്നേരം ശരത്ത് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇപ്പൊ ആന്റണി ചേട്ടന്റെ കാര്യം ഇവിടെ എടുത്തിടുന്നത് എന്ന് ശരത്ത് ചോദിക്കുമ്പോൾ അമ്മയുടെ നിയന്ത്രണം വിട്ടു. ഓ, ആന്റണി ചേട്ടന്റെ കാര്യം എന്തിനാ എടുത്തിടുന്നേന്നോ? അവൻ എന്താ ചെയ്തതെന്ന് നിനക്കറിയോ? നിന്റെ ചേച്ചിയുടെ തല അങ്ങ് അടിച്ചു പൊട്ടിച്ചു എന്ന് അമ്മ പറയുമ്പോൾ ശരത്ത് അങ്ങ് ഞെട്ടിത്തെറിച്ചു. ചേച്ചിയുടെ തല അടിച്ചു പൊട്ടിച്ചു എന്നോ? ചേച്ചി എന്തിനാ ആന്റണി ചേട്ടന്റെ അടുത്തേക്ക് പോയത് എന്ന് അവിശ്വസനീയതയോടെ തന്നെ ചോദിക്കാണ് ശരത്ത്. നിന്റെ നല്ലതിനു വേണ്ടി. അവൾ നിന്റെ ചേച്ചിയായി പോയില്ലേ? അവൾക്ക് നിന്റെ ഭാവി ഓർത്തിട്ട് നല്ല ടെൻഷനുണ്ട്. ആ ടെൻഷൻ ഞാൻ പറഞ്ഞിട്ടാ അവൾ അങ്ങോട്ടേക്ക് പോയത് എന്ന് അമ്മ പറയുമ്പോൾ ശരത്തിന് വല്ലാത്ത വിഷമം തോന്നി. നീ സന്തോഷിക്കടാ, ആദ്യം നമ്മുടെ അച്ഛൻ പോയി, ഇപ്പത്തെ രേവതി ചേച്ചി ഈ അവസ്ഥയിലായി. നീ കുടുംബത്തിലെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊല്ല്, എന്നിട്ട് ലാസ്റ്റ് നിനക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാലോ, ആന്റണിയുടെ കൂടെ നിനക്ക് കറങ്ങി നടക്കാലോ. നിനക്ക് സന്തോഷമായില്ലേടാ? നിനക്ക് വേണ്ടി ജീവിച്ചോളാടാ അവള്. അവൾ എത്ര പ്രാവശ്യം പറഞ്ഞു നിന്നോട് ആന്റണിയുടെ കൂടെ കൂടരുത് എന്ന്? നീ അത് കേട്ടില്ലല്ലോ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ശരത്തെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അമ്മ നെഞ്ചു പൊട്ടിക്കരയാണ്. രേവതി ചേച്ചിക്ക് ആന്റണി മൂലം അപകടമുണ്ടായി എന്നറിഞ്ഞപ്പോൾ ശരത്തിന് സങ്കടവും ദേഷ്യവും അടക്കാനായില്ല. അവൻ നേരെ ആന്റണിയുടെ ഓഫീസിലേക്ക് ഓടി. ഓഫീസിൽ കൈകാലുകൾക്ക് പരിക്കേറ്റ് വേദനയോടെ ഇരിക്കുന്ന ആന്റണിയെ കണ്ട് ശരത്ത് കിതച്ചുകൊണ്ട് ആന്റണി ചേട്ടാ എന്ന് വിളിച്ചു. ആന്റണി ദേഷ്യത്തോടു കൂടി തന്നെ, എടാ ശരത്തെ, കണ്ടില്ലേ നിന്റെ സച്ചി എന്തായി ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പരാതി പറഞ്ഞു. സച്ചിയേട്ടൻ ഇത്രയല്ലേ ചെയ്തതുള്ളൂ? സച്ചിയേട്ടൻ നിങ്ങളെ ഇത്രയല്ലേ ചെയ്തതുള്ളൂ? അതിൽ നിങ്ങൾ സന്തോഷിക്ക്. അല്ലാതെ നിങ്ങൾ എന്റെ ചേച്ചിയെ എന്താ ചെയ്തത്? എന്റെ ചേച്ചിയുടെ തല നിങ്ങൾ അടിച്ചു പൊട്ടിച്ചില്ലേ എന്ന് ശരത്ത് തിരിച്ചടിച്ചു. എടാ ശരത്തെ, അത് പിന്നെ നിന്റെ ചേച്ചി ഭയങ്കര ഓവറായിരുന്നു. ഇവിടെ വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയതെന്നറിയോ? ആന്റണി ന്യായീകരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശരത്ത് അങ്ങ് പൊട്ടിത്തെറിച്ചു. എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും എന്റെ ചേച്ചിയുടെ ദേഹത്ത് നിങ്ങൾ കൈവെക്കാമോ? നിന്റെ ചേച്ചി ആയതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാതിരുന്നത് എന്ന് ആന്റണി പറയുമ്പോ, അപ്പോ ഇപ്പൊ ചെയ്തതോ അത്രയല്ലേ ചെയ്തതുള്ളൂ എന്നാണോ? എന്റെ ചേച്ചി പറയുന്നതൊക്കെ കാര്യമല്ലേ? ഞാൻ എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വരുമാന മാർഗമാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് നിങ്ങളുടെ കൂടെ കൂടിയത്. അത് എന്റെ കുടുംബത്തിൽ ആർക്കും ഇഷ്ടമില്ലായിരുന്നു. അവരുടെയൊക്കെ എതിർപ്പ് അവഗണിച്ചിട്ടും ഞാൻ ആന്റണി ചേട്ടന്റെ കൂടെയാണ് നിന്നത്. പക്ഷേ ആന്റണി ചേട്ടൻ ഇപ്പോൾ ചെയ്തത് ഈ ഒരു കാര്യം ഒട്ടും ശരിയായില്ല. എന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെ ജീവനാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി ജീവിച്ചത് തന്നെ.
മര്യാദക്ക് എൻ്റെ രേവതി ചേച്ചിയോട് നിങ്ങൾ മാപ്പ് പറയണമെന്ന് ശരത്ത് ആവശ്യപ്പെട്ടു. ഞാനെന്തിനു മാപ്പ് പറയണം? ഞാൻ മാപ്പൊന്നും പറയില്ല എന്ന് ആന്റണി തീർത്തും പറഞ്ഞു. എങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്നത്തോടെ തീർന്നു. ഇനി ആന്റണി എൻ്റെ മുന്നിലേട്ടോ ഞാൻ ആന്റണിയുടെ മുന്നിലേക്കോ വരാൻ പോകുന്നില്ല. ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് ശരത് അവിടെ നിന്നും ഇറങ്ങി. ശരത്ത് നേരെ പോകുന്നത് രേവതിയുടെ അടുത്തേക്കായിരിക്കും. ഹോസ്പിറ്റലിൽ തലയിൽ കെട്ടുമായി നിൽക്കുന്ന രേവതിയെ കണ്ടിട്ട് അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോളെ, നിനക്ക് എന്ത് പറ്റി? നിനക്ക് വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലമ്മേ, ഇപ്പൊ ഒരു കുഴപ്പമില്ല, ചെറിയൊരു പൊട്ടലേ ഉള്ളൂ എന്ന് രേവതി സമാധാനിപ്പിച്ചു. എല്ലാം ഇവൻ കാരണമാണ്, ഇവനും ആ ആന്റണിയും എന്നൊക്കെ പറഞ്ഞ് അമ്മ വീണ്ടും ശരത്തിനെ കുറ്റപ്പെടുത്തി. സച്ചി മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. തിരിച്ചു വരുമ്പോൾ പുറത്ത് ഇവരുടെ സംസാരം കേട്ടു. അമ്മയുടെ ശകാരം കേട്ട് ശരത്ത് ഒന്നും മിണ്ടാതെ കണ്ണ് നിറഞ്ഞ് രേവതിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചേച്ചി എന്തിനാ അങ്ങോട്ടേക്ക് പോയത് എന്ന് ശരത്ത് ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു. എടാ, നിനക്ക് വേണ്ടിയിട്ട്, നിന്റെ ഭാവി ഓർത്തിട്ട് എനിക്ക് നല്ല പേടിയുണ്ടടാ. നീ അമ്മയെയും ദേവുവിനെയും നോക്കുമെന്നുള്ള ഒറ്റ ഉറപ്പിലാണ് ഞാൻ കല്യാണം കഴിച്ചു പോയത് തന്നെ. നീ ഇങ്ങനെ വഴി തെറ്റി നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടാവുകടാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത് എന്ന് രേവതി പറഞ്ഞു. ചേച്ചി, കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വരുമാനമാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പോയത് എന്ന് ശരത്ത് പറയുമ്പോൾ രേവതി അവനെ തടഞ്ഞു. അങ്ങനെ എന്തെങ്കിലും വഴിക്ക് സമ്പാദിച്ച കാശൊന്നും വേണ്ട മോനെ. നല്ല മാർഗത്തിലൂടെ നീ സമ്പാദിക്ക്, അത് മതി നമുക്ക്. നമ്മുടെ അച്ഛൻ അതല്ലേ നമ്മളെ പഠിപ്പിച്ചത്. മോൻ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് രേവതി പറഞ്ഞ് കരയാണ്. ശരത്ത് ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. ചേച്ചിക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാണ്. ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരയാണ്. ഒടുവിൽ ശരത്ത് വാക്ക് കൊടുത്തു. രേവതി ചേച്ചി, ഇനി ഞാൻ ആന്റണി ചേട്ടൻ്റെ കൂടെയൊന്നും പോവില്ല. ചേച്ചിയുടെ സ്വപ്നങ്ങളൊക്കെ ഞാൻ നേടിത്തരും. ചേച്ചി വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശരത്ത് രേവതി എങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.